കുടുംബജീവിതത്തിന്റെ ഭാഗമായി ജീവിക്കുന്നവർക്കൊക്കെയുള്ള വലിയ ഒരു തെറ്റിദ്ധാരണയാണ് ഞാൻ ആദ്യം ദൂരീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദാമ്പത്യത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് അത് ഭാര്യയുടെ സ്വഭാവ തകരാറുകളെ കൊണ്ടാണ്, ഭർത്താവിന്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ അവളുടെ ഉമ്മന്റെ സ്വഭാവം കിട്ടിയതാണ്, വാപ്പന്റെ സ്വഭാവം കിട്ടിയതാണ്, അത് അയാളെ വീട്ടിലെ എല്ലാ ആളുകളും ജ്യേഷ്ഠാനുജന്മാരും മൊത്തം ആളുകൾ അങ്ങനെയാണ്, അത് ഈ നാടൻ അങ്ങനെയാണ് എന്നൊക്കെ ആളുകൾ പറയും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ. പക്ഷെ സത്യത്തിൽ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം ഒരു വ്യക്തിയുടെ സ്വഭാവപരമായ തകരാറുകളോ പ്രശ്നങ്ങളോ സാഹചര്യങ്ങളോ അല്ല, അതൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയത്തിൽ കടന്നു വരാൻ പറ്റും. ഒരു കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കുടുംബ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ മാനസിക കാഴ്ചപ്പാടാണ്. മാനസിക കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ എൻ്റെ ശ്രോതാക്കൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുന്ന ദമ്പതികൾക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകും. നമ്മുടെ മകളുടെ വിവാഹമാവട്ടെ, നമ്മുടെ സ്വന്തം ദാമ്പത്യമാവട്ടെ, ഏതൊന്നിലും ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ, മരുമകന്റെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ പറയാറുണ്ട്, വിവാഹം സത്യത്തിൽ എന്താ വെച്ചാൽ അന്ന് വാപ്പ ശരിക്കൊന്നണ്ട് അന്വേഷിക്കാത്തതുകൊണ്ട് സംഭവിച്ചതാണ്. അതൊന്ന് അന്വേഷിച്ച് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ഗതിയും ഈ ഒരു ബുദ്ധിമുട്ടും എനിക്ക് വരുമായിരുന്നില്ല. ഇത് എപ്പോഴാ പറയണത് നിങ്ങള്? കല്യാണം കഴിഞ്ഞ് 20-30 കൊല്ലം കഴിഞ്ഞ് മക്കളും കുട്ടികളൊക്കെ കല്യാണം കഴിച്ച് പോയാലും ഇതന്നെയാണ് പറയാ. അതൊന്ന് വാപ്പൊന്നും ശരിക്കും അന്വേഷിച്ചില്ല, ആലോചിച്ചില്ല, ശരിക്കൊന്ന് ചിന്തിച്ചിട്ട് ചെയ്തില്ല, എന്താ ചെയ്യണു എന്താ പറയാ. സഹോദരങ്ങളെ, ഒന്നാമത് തിരുത്തേണ്ട ഒരു ധാരണ അതാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ഇയാളല്ലാത്ത വേറൊരാളാണെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു, ഇവളല്ലാത്ത വേറൊരുത്തിയാണെങ്കിൽ എനിക്ക് സമാധാനമായിരുന്നു എന്ന് ചിന്തിക്കുന്നു. ആ ചിന്തക്ക് വിരാമമിടാതെ ഒരിക്കലും നമുക്ക് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ നന്നാക്കാൻ പറ്റൂല. സത്യം നിങ്ങൾ പറയൂ, ജീവിതത്തിൽ ഇന്ന് ഒരു വിവാഹം, ഇന്നൊരു ഞായറാഴ്ച ഞാനൊരു കല്യാണത്തിൽ പങ്കെടുത്ത് വരികയാണ്, ഒരു വിവാഹം ഇവിടെ നടക്കുന്നുവെങ്കിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽപ്പെട്ടതാണ് ആ കല്യാണം അള്ളാഹു രേഖപ്പെടുത്തിയ അവന്റെ റെക്കോർഡിലുള്ളതാണ് എന്നാണ്. അള്ളാഹു തീരുമാനിച്ചതാണ്. ഇവിടെ വേറെ പുരുഷന്മാരില്ലാഞ്ഞിട്ടല്ല, പക്ഷെ എന്റെ മകൾക്ക് വരേണ്ട വരൻ അയാളാണെന്നതിന്റെ പിന്നിൽ അള്ളാഹ്ക്ക് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം 30 കൊല്ലം ജീവിച്ചിട്ടും അംഗീകരിക്കാത്തവർ, 30 കൊല്ലം ദാമ്പത്യമായി ജീവിച്ചിട്ടും ഇയാളാണ് എനിക്ക് വിധിക്കപ്പെട്ട ഭർത്താവ് എന്ന് മനസ്സംഗീകരിച്ചില്ലെങ്കിൽ അവരെങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്ന ഒരു വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തു കാര്യങ്ങളും ഭൂമിയിലാകട്ടെ നിങ്ങളുടെ സ്വന്തങ്ങളിലാവട്ടെ എന്ത് സംഭവങ്ങൾ നടന്നാലും അവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ റെക്കോർഡുകളിൽ രേഖപ്പെടുത്തി വെച്ചപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് 26ാമത്തെ വയസ്സിൽ നടക്കുന്ന വിവാഹത്തിൽ അവന്റെ പെൺകുട്ടി ആരായിരിക്കുമെന്ന് അള്ളാഹ്ക്ക് എഴുതാൻ പറ്റുമെന്നാണ്. അള്ളാഹുവിനത് ബുദ്ധിമുട്ടില്ല, അത് പ്രയാസമില്ല, അത് എളുപ്പത്തിൽ നടക്കും. അതുകൊണ്ട് ദമ്പതികളോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നിങ്ങളുടെ കൂടെ ആരാണോ ഭർത്താവായിട്ടുള്ളത് അയാളാണ് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഭർത്താവ്. അയാളിലൂടെ ആനന്ദകരമായ ഒരു ദാമ്പത്യം സാധ്യമാക്കാൻ എന്തു ചെയ്യാൻ പറ്റും എന്നതേ ചിന്തിക്കാവൂ. ഇയാൾ അല്ലാത്ത വേറൊരാളാണെങ്കിൽ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം, എന്തു കാര്യം? ആ ചിന്തയുടെ അവസ്ഥ അത് ഒരു ദിവസം 2 ദിവസം എന്നല്ല, 10, 20, 30 കൊല്ലമായിട്ട് അതന്നെ എങ്ങനെ ആലോചിച്ചിരിക്കുക. കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടികള് എന്തെങ്കിലും ഒന്ന് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് ഭർത്താവിന്റെ വീട്ടിൽ ഒരു പരാതി പറയുമ്പോഴേക്കിന് വാപ്പിമ്മ എന്താ ചിന്തിക്കാരും? അത് അന്ന് നമ്മൾ വേണ്ടത്ര അവർ ചർച്ച ചെയ്യുന്ന അതാണ്, അതത് വേണ്ടത്ര നമ്മളത് ചിന്തിച്ചില്ല. അത് നമ്മളെടുത്ത് പറ്റിയൊരു തെറ്റാണ്. സുഹൃത്തുക്കളെ, എന്താണ് ഈ പറയണത്? ഇത് നടക്കണമെന്നൊരു തീരുമാനം ഈ പ്രപഞ്ചനാഥൻ എഴുതി വെച്ചത് നടപ്പിലായി എന്ന് മാത്രം അംഗീകരിക്കാൻ മനസ്സുണ്ടാവണം എന്നതാണ്. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് അറിയോ നിങ്ങള്? നമുക്കിങ്ങനെ ആൾക്കാർ കാറ് പോകുമ്പോഴും സുഖമായിട്ട് ഇങ്ങനെ വീട്ടുമുറ്റത്തും സിറ്റൗട്ടിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ഈ ലോകത്തുള്ള എല്ലാവരുടെ കല്യാണം വിജയിച്ചിട്ടുണ്ട്, എൻ്റെത് മാത്രം എങ്ങനെയുള്ളൂ എന്നാണ്. അതിപ്പോൾ എല്ലാവരും വിചാരിക്കണം. വേറെ എല്ലാവരൊക്കെ റെഡിയാണ്, എൻ്റെത് മാത്രം എങ്ങനെയുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ സ്വപ്നം കാണുന്ന
ഒരു കാര്യവും ഇവിടെ പൂർണ്ണമായി നടക്കൂല. അതാദ്യം നമ്മൾ തിരിച്ചറിയണം. ഒന്നിലും നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് ഉണ്ട് സുഹൃത്തുക്കളെ? നിങ്ങളുടെ വീട്ടിന്റെ ബെഡ്റൂമിൽ 10 ഡ്രസ്സ് ഉണ്ടോ? നിങ്ങൾക്ക് 10 ചുരിദാറുകൾ, 10 പർദ്ദകളുണ്ടോ? എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നുണ്ടാകും. 10 എണ്ണത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നുണ്ടാവും. എന്നാൽ നമ്മൾ 10ഉം ടെക്സ്റ്റൈൽസിൽ കയറി അന്വേഷിച്ച് തെരഞ്ഞ് നോക്കിയെടുത്തതാണ്. പക്ഷെ എന്താ പറയുക, നിങ്ങൾ ഓരോ സമയം വരുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ മാറും. ഇഷ്ടപ്പെട്ടത് ഒന്നേ ഉണ്ടാവൂ. എന്താ അങ്ങനെ വരാൻ കാരണം? ഈ ലോകത്ത് ഒന്നിലും മനുഷ്യന് പൂർണ്ണ സംതൃപ്തി അനുഭവിക്കാനാവില്ല. എന്തിനും നിങ്ങൾ ഏറ്റവും നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും കഴിച്ച് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു തകരാറ് മനസ്സിക്ക് തോന്നും. അപ്പൊ എന്താ അറിയൂ, ഇവിടെ എല്ലാ ജീവിതത്തിലും അപൂർണത ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒരു ഭാര്യയെ പൂർണ്ണമായും ഇവിടെ കിട്ടുക അസാധ്യമാണ്. ഞാൻ വിചാരിക്കുന്ന ഒരു ഭർത്താവിനെ പൂർണ്ണമായി കിട്ടുക അസാധ്യമാണ്. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതാ ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് കിട്ടിയ സ്ഥലത്ത്, കിട്ടിയ ഭർത്താവിൽ, കിട്ടിയ ഭാര്യയിൽ, കിട്ടിയ ഭക്ഷണത്തിൽ, കിട്ടിയ സൗന്ദര്യത്തിൽ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഭർത്താവിനെ എനിക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയോട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചോദിച്ചു, മോൾ എന്തിനാണ് പഠിക്കുന്നത് എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ BSc ഫിസിക്സിന് പഠിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കുട്ടി +2 കഴിഞ്ഞപ്പോൾ ഏതു ഡിഗ്രിക്ക് ചേരണമെന്നാണ് ആഗ്രഹിച്ചത്? അവൾ പറഞ്ഞു, മൈക്രോ ബയോളജിക്ക് ചേരണമെന്നാണ് ആഗ്രഹിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, മൈക്രോ ബയോളജിക്ക് ചേരണമെന്ന് ആഗ്രഹിച്ച മോൾ എന്തിനാണ് ഇങ്ങനെ ഈ BScക്ക് ചേരാൻ കാരണം? അപ്പൊ അവൾ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ, എൻ്റെ കൂടെ പഠിക്കുന്ന പല കുട്ടികൾക്കും ആ കോഴ്സ് കിട്ടി, എനിക്ക് മറ്റേ കോഴ്സ് കിട്ടിയെങ്കിലും അവരെ കൂടെ പഠിക്കാൻ വേണ്ടി ഞാൻ ഈ കോഴ്സിന് ചേർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അതാണ് മോളെ അഡ്ജസ്റ്റ്മെന്റ്. ഇഷ്ടപ്പെട്ട കോഴ്സ് ഒഴിവാക്കി നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സിൽ നിനക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ വിവാഹം കഴിച്ച നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഭർത്താവിനെ ഒരു പക്ഷേ മനസ്സുകൊണ്ട് നിനക്ക് ഇഷ്ടപ്പെടാൻ കഴിഞ്ഞേക്കാം. അതല്ലെങ്കിൽ നീ പറയൂ, നീ ഇഷ്ടപ്പെടുന്ന ഭർത്താവിന്റെ ആ മുഖം എങ്ങനെയാണ്, ആ രൂപം എങ്ങനെയാണ്? അവളുടെ മനസ്സിൽ ഒരു വിചാരവുമില്ല, വെറുതെ ഒരു ചിന്ത എന്ന് മാത്രം. അപ്പൊ അസംതൃപ്തി എന്നുള്ളത് ഈ ലോകത്തിലെ പ്രത്യേകത. അപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഭാര്യക്കുണ്ടാവും, ഭർത്താവിനുണ്ടാവും. അത് സഹോദരിമാരെ, സഹോദരങ്ങളെ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ജീവിക്കണം. കാരണം എന്താ അറിയൂ, നമ്മളൊക്കെ ഉറച്ച് വിശ്വസിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരിക്കൽ നമ്മൾ തിരിച്ചു വരുന്നതാണ്. അവിടെ നമുക്ക് ദാമ്പത്യമുണ്ട്, അവിടെ നമുക്ക് ജീവിതമുണ്ട്, അവിടെ നമുക്ക് മക്കളുണ്ട്. എത്രമാത്രം നിറങ്ങൾ നമ്മുടെ പദവിയിലേക്ക് എത്താത്ത മക്കളെ സ്വർഗത്തിൽ നമ്മൾ എത്തിയോടത്തേക്ക് എത്തിച്ചു തരാമെന്ന് അള്ളാഹു പറയുന്നത് മക്കളോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. യുതാഫു അലൈഹിം ബിസ്ഹാഫിൻ മിൻ ദഹബിൻ വഅക്വാബ്. അങ്ങനത്തെ ഒരു സ്വർഗത്തെ കുറിച്ചല്ലേ പറഞ്ഞത്. സ്വർഗത്തിലെ ആളുകൾ ഇങ്ങനെ അധിവസിക്കുന്ന സമയത്ത് നല്ല സ്വർണത്തിന്റെ തളികളെ കൊണ്ടും കോപ്പകളെ കൊണ്ടും ആളുകൾ ഇങ്ങനെ, പരിചാരകന്മാരിങ്ങനെ വരും. അവിടെ നിങ്ങൾ മനസ്സ് മോഹിക്കുന്നത് എന്തും കിട്ടും. നിങ്ങളുടെ മനസ്സുകൾ ഇഷ്ടപ്പെടുന്ന എന്ത് വസ്തുക്കളും നിങ്ങൾക്ക് അവിടെ ആസ്വാദനത്തിന് വേണ്ടി കിട്ടും. അതിൽ നിങ്ങൾ നിത്യവാസികളായിരിക്കും. അപ്പൊ സമ്പൂർണമായ പൂർണ്ണ സുഖവും സൗഖ്യവും കിട്ടുന്ന ഒരു ദാമ്പത്യം നാളെ സ്വർഗത്തിൽ കിട്ടും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആ ജീവിതം സംതൃപ്തകരമായിരിക്കും.